Good morning. Morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർവ്യൂ എവിടെ വരെ എടുത്തു നിർത്തിയത്? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത് ഓവർവ്യൂ? ഇന്റേണൽ ചലഞ്ചസ് വരെയാണ്. ഇന്റേണൽ ചലഞ്ചസ് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് ചലഞ്ചസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചലഞ്ചസ് ആണ് അല്ലെ? അതിൽ ഇന്റേണൽ ചലഞ്ചസ്, പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസും പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്, ബാഹ്യമായിട്ടുള്ള വെല്ലുവിളികൾ അല്ലെ? ഒരു സ്ഥാപനം നടത്തുമ്പോൾ, ഒരു ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കാം, ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന വെല്ലുവിളികൾ, ഇനി ഹോസ്പിറ്റലിന് പുറമെ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ, പുറമേ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ അവർ നേരിടുന്ന വെല്ലുവിളികളാണ് ഇനി പറയുന്ന പോയിന്റ്സ്. ഇതിൽ ഒന്നാമത്തത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻ. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മാനേജ്മെന്റ് റെഗുലേഷൻ ആണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചതല്ലേ ആ ചാപ്റ്റർ? പഠിച്ചു. അപ്പൊ എപ്പോഴും നമുക്കറിയാം, എന്തൊരു വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും അത് പ്രോപ്പർ ആയ രീതിയിൽ ചെയ്തില്ല എങ്കിൽ എന്താ കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? അത് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് ചെയ്തില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഫൈൻസും പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനം അങ്ങനെയുള്ള ലീഗൽ ആക്ഷൻസ് ഇവരെതിരെ വരാം അല്ലെ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ സ്ഥാപനം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കൃത്യമായ റെഗുലേഷൻസ് പാലിക്കുക. അതിനനുസരിച്ച് ആ നിയമങ്ങളും നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ആ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ പറയുന്ന അവര് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചല്ല ചെയ്തതെങ്കിൽ അത് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയല്ലേ? അല്ലെ? അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട്, ആ സ്ഥാപനത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് ഇവിടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ അതൊരു ചലഞ്ചാണ്. നല്ല രീതിയിൽ ആ വേസ്റ്റുകൾ മാനേജ് ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ശരിയായ പ്രൊസീജിയറിലൂടെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അത് ചെയ്യാതെ അങ്ങനെ ആ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റാതെ വന്നാൽ അവർക്ക് അതിന്റെ ഫലമായിട്ടുള്ള മറ്റ് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ആരാണ് ഇവിടുത്തെ കൺസ്യൂമർ എന്ന് പറയുന്നത്? ആരാണ് കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ? ആരാണ് ഇവിടെ കൺസ്യൂമർ ആയിട്ട് പറയുന്നത്? ആരാണ് കൺസ്യൂമർ? പേഷ്യൻസ്. വെരി ഗുഡ്, പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണമാണ് അടുത്തത്. അപ്പൊ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ഈ സ്ഥാപനം കൊടുത്തിരിക്കണം അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് അവർക്ക് ആവശ്യമായ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ഈ ഹോസ്പിറ്റലിന്റെ വിഭാഗം കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമതും ഈ പറയുന്ന പേഷ്യൻസ് അവിടേക്ക് എത്തുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുക എന്നത് ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ? കേട്ടിട്ടുണ്ടോ? ഇതൊരു നിയമമാണ്. കേട്ടിട്ടുണ്ടോ റൈറ്റ് ടു ഇൻഫർമേഷൻ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കേട്ടിട്ടുണ്ടോ? RTI ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണ് അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം അല്ലെ? വിവരാവകാശ നിയമം എന്ന് പറയുമ്പോ അത് എന്താണ് വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയുള്ള ആക്ട് ആണത്? എന്തിനു വേണ്ടിയുള്ള ആക്ട് ആണ്?
ഇൻഫർമേഷൻസ് അറിയാനായിട്ട് അല്ലെ, ഇൻഫർമേഷൻ അറിയാനായിട്ട് ആർക്ക് അവകാശമുണ്ട്? പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അതെങ്ങനെയാണ്? ഒരു പബ്ലിക് സ്ഥാപനമാകുമ്പോ ഒരു ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആയിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ ഭരണവും അവിടുത്തെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങള് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അവകാശമാണ്, ഒരു പൗരന്റെ അവകാശമാണ്, റൈറ്റ് ആണത്, ആ ഒരു ഇൻഫർമേഷൻ അറിയുക എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പൗരനും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കണം എന്ന് പറയുന്ന ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭരണ നിർവഹണം, ആ സ്ഥാപനത്തിന്റെ ഭരണ നിർവഹണം എങ്ങനെയാണ്, അതുമായി സംബന്ധിച്ച വിവരങ്ങളൊക്കെ അറിയാനായിട്ട് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒത്തിരി എൻക്വയറീസും അന്വേഷണങ്ങളും ഈ സ്ഥാപനത്തിലേക്ക് വന്നൂടെ? വരാലോ. നമുക്കാണെങ്കിലും വേണമെങ്കിൽ ഇൻഫർമേഷൻസ് അറിയണം, അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ കൃത്യമായി നിർവഹണം നടത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്കും അറിയണമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം? ഈ ആക്ടിന്റെ ബലത്തിൽ അല്ലെങ്കിൽ ഈ ആക്ടിന്റെ കീഴില് നമുക്കും അതിനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇൻക്വയറീസ് അല്ലെങ്കിൽ കത്തുകൾ വരുമ്പോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ആ സ്ഥാപനം നേരിടുന്ന ഒരു വെല്ലുവിളിയല്ലേ? ആണോ? കൃത്യമായ മറുപടി കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുക? അതുവഴിയും കുറെ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ കൃത്യമായ അവരെന്ത് ചോദ്യമാണോ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ അവർക്ക് അറിയേണ്ടത്, ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ മറുപടികൾ കൊടുക്കുക എന്ന് പറയുന്നതും ആ സ്ഥാപനം നേരിടുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് പറയുന്നത് ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ഇതാണ് നിയമപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒരു സ്ഥാപനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. എത്തിക്കൽ ഫാക്ടേഴ്സ്, ധാർമ്മിക ഘടന നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഫിലിംസിലൊക്കെ കേട്ട് കാണും അല്ലെ. എന്റെ എത്തിക്സ് വിട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല എന്നൊക്കെ പറയാറില്ലേ ഡോക്ടേഴ്സ്? പറയാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? പറയാറില്ലേ? അവരുടെ ആ ഒരു ധാർമ്മികത അല്ലെങ്കിൽ അവരുടെ എത്തിക്സ്, അത് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളാവാം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നം വരുമ്പോഴും അതിനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നത് ആ സ്ഥാപനം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. നെക്സ്റ്റ് വരുന്നത് പബ്ലിക് റിലേഷൻ. ഏതൊരു സ്ഥാപനവും നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പബ്ലിക് റിലേഷൻ അല്ലെ. പൊതുജന സമ്പർക്കം നന്നാക്കുക, അല്ലെങ്കിൽ ഒരു നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുക. അപ്പൊ അതും ആ സ്ഥാപനം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നേ? ആ സ്ഥാപനം ആ പബ്ലിക്കിന് അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെ. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ ആ സ്ഥാപനത്തിലേക്കുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എണ്ണവും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം അല്ലെ. ഏത് സ്ഥാപനം അവിടെ വർക്ക് ചെയ്യണമെങ്കിലും, ഇവിടെ നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് അല്ലെ, ഏത് സ്ഥാപനം വർക്ക് ചെയ്യണമെങ്കിലും അവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനം അത്യാവശ്യമല്ലേ? ആണോ? അത്യാവശ്യമാണോ? ആണ് അല്ലെ. ഒരു പബ്ലിക്, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ സ്വാധീനം അവിടെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നതും ഈ പറയുന്ന സ്ഥാപനം നേരിടുന്ന എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യം. അപ്പൊ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്നത്? ഒന്നാമത് നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും അതിന്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്തുക. രണ്ടാമത് പറഞ്ഞത് വരുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ആരാണ് പേഷ്യൻസിന്റെ ഒക്കെ സംരക്ഷണം ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുക. ലീഗൽ
ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്, ധാർമ്മിക ഘടനയും അതുപോലെ തന്നെ ലീഗൽ ഇഷ്യൂസ്, നിയമപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. ദെൻ നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തുക. ഇതെല്ലാം ഒരു സ്ഥാപനം നേരിടുന്ന എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് നേരിടുന്ന എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ പറയുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടാനായിട്ട്, വെല്ലുവിളികൾ നമുക്ക് വലിയ ചലഞ്ചസ് എല്ലാം എന്തൊരു ജോലിയുമായി ബന്ധപ്പെട്ട ഇതുപോലെ ഒത്തിരി ചലഞ്ചസ് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോ ആ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടാനായിട്ട് ആസൂത്രണം ചെയ്ത തന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ഈ പറയുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെയും നമുക്ക് ഈ ഉള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ചലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസിലാണെങ്കിലും അവിടുത്തെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങനെ ഉള്ള എല്ലാ മേഖലകളിലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകള് കൊണ്ടുവരിക എന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഒത്തിരി പ്രോബ്ലംസിന് അവിടെ കുറച്ചൊന്ന് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ് പുതിയ സാങ്കേതിക വിദ്യകള് കൊണ്ടുവരിക എന്ന് പറയുന്നത്. രണ്ടാമത്തത് പവർ ഷെയർ, അധികാരം പങ്കിട്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പവർ ക്രേസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ പവർ ക്രേസ് എന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയുള്ള ആ ഒരു ക്രേസ് അല്ലെ. അപ്പൊ ആ ഒരു അധികാരം നമ്മൾ കൃത്യമായിട്ട് ഇന്ന വ്യക്തി ഇന്ന ജോലി ചെയ്യുക, ഇന്ന വ്യക്തി ഇന്ന ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് കൃത്യമായ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു അധികാരം ഓരോരുത്തർക്കും പങ്കിട്ട് നൽകുകയാണെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവോ? അതേസമയം ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ ഗ്രൂപ്പിലെ എല്ലാവരും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അതിൽ മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയെ ലീഡർ ആക്കാം എന്ന് പറയുമ്പോ അവിടെ എന്താണ്, എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരു കോമ്പറ്റീഷൻ വരികയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. അതേസമയം നമ്മളൊരു ഗ്രൂപ്പ് എടുത്ത് ആ ഗ്രൂപ്പിൽ ഒരു ലീഡറെ നമ്മൾ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്തു, ആ ലീഡറുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അത്രയും പ്രോബ്ലം ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെയും എന്ത് ചെയ്യണം, കൃത്യമായ ആളുകളെ തിരഞ്ഞെടുത്ത് ആദ്യം തന്നെ അവർക്കുള്ള ആ ഒരു അധികാരങ്ങൾ എന്താണ്, എന്ത് ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പങ്കിട്ട് നൽകുക. ദെൻ അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, അവിടെ വർക്കിംഗ് ചെയ്യുന്നത് നല്ല രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നന്നായി പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് എന്ത് കൊടുക്കണം, അവാർഡുകൾ കൊടുക്കണം. ഇനി നേരെ ഓപ്പോസിറ്റ്, അത് എത്ര രീതിയിൽ ഇപ്പൊ നമ്മൾ പറയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല, നമ്മൾ വളരെ ഡിസപ്പോയിന്റഡ് ആണ് അവരുടെ കാര്യത്തിലെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കണം, പണിഷ്മെന്റുകളും കൊടുക്കണം. എന്തിനു വേണ്ടിയാണ് ഈ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കുന്നത്? ഒന്നും കൂടി അവർ മെച്ചപ്പെട്ട് ഇംപ്രൂവ്ഡ് ആയി അടുത്ത പ്രാവശ്യം അതിന് മികച്ചതായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റുകളും കൊടുക്കണം. ദെൻ ഇൻക്രീസ് എഫിഷ്യൻസി, ആ ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ കാര്യക്ഷമത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക. ദെൻ ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും സുരക്ഷയും അവർക്ക് കൊടുക്കുന്ന പരിചരണവും മെച്ചപ്പെടുത്തുക. ദെൻ ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പുതിയതായിട്ടുള്ള വരുന്ന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മുതലായ കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ ഡെവലപ്പ് ചെയ്യുക. ദെൻ മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, ഹോസ്പിറ്റലിൽ വരുന്ന പുതിയ സർവീസുകളെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, അത് നടപ്പിലാക്കുക. അതിലൂടെ ഒത്തിരി പേഷ്യൻസിനെ ഈ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുക. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് നേതൃത്വങ്ങൾ നൽകുകയും അവർക്ക് നല്ല രീതിയിലുള്ള പ്രചോദനങ്ങൾ നൽകുകയും അതിലൂടെ അവിടെയുള്ള ഓരോ ജീവനക്കാരും
നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. ദെൻ കരിയർ ഡെവലപ്മെന്റ്, ആ സ്റ്റാഫുകളുടെ കരിയർ ഡെവലപ്മെന്റ്. ഇപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം, എന്നാൽ പോലും അവർക്ക് അവരുടേതായ ആ ഒരു കരിയർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലില് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ അല്ലെങ്കിൽ കുറച്ചും കൂടി നോളജുകൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് അതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ മുതലായിട്ടുള്ള അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ മുതലായ കാര്യങ്ങൾ അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നടത്തുക. റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, ജീവനക്കാർക്ക് എന്ത് ചെയ്യുന്നു, പുനഃക്രമീകരണ പരിശീലനങ്ങൾ. അതായത് ഇപ്പൊ അവർ ചെയ്യുന്ന ഡ്യൂട്ടി ചിലപ്പോ അത് തന്നെയായിരിക്കും, പക്ഷെ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോ ചിലപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അത് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ മുമ്പ് എങ്ങനെയായിരുന്നു, മുൻപ് എല്ലാം നമ്മുടെ ഹോസ്പിറ്റലിലെ റെക്കോർഡുകളൊക്കെ എങ്ങനെയായിരുന്നു, എഴുതിയായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്, അല്ലെ? അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടർ വൽക്കരിച്ച സമയത്ത് അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി അവർക്ക് ആ കമ്പ്യൂട്ടറിനെ കുറിച്ച് വ്യക്തമായ പരിചയമില്ലാത്തവരുണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നോ? എല്ലാവർക്കും അറിയാൻ പറ്റില്ലായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു അവര്? അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളിൽ അവർ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോ അവർക്ക് അത് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടി, അറിവ് കിട്ടി, പിന്നീട് അവരത് ഫോളോ ചെയ്ത് ഇപ്പൊ അവർ എക്സ്പേർട്ടുകളായി മാറിയിട്ടുണ്ടാവും. അതുപോലെ അവർക്ക് ആവശ്യമായ അങ്ങനെയുള്ള പുനഃക്രമീകരണ റീഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുക. ദെൻ റീസ്ട്രക്ചറിങ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഘടന എന്ത് ചെയ്യുക, പുനഃക്രമീകരിക്കുക. അതായത് ഇപ്പോ ഒരു ആൾക്ക് നമുക്കൊരു ഡ്യൂട്ടി കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര പേർക്ക് ഇന്ന ഡ്യൂട്ടീസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും അവർക്ക് തന്നെ ആ ഡ്യൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പൊക്കെ വരും, അല്ലെ? നമ്മുടെ സ്ഥിരം ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരാറില്ലേ? വരില്ലേ? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഒരാഴ്ച നിങ്ങൾ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, അടുത്ത ആഴ്ച നിങ്ങൾ ഇന്ന ജോലി ചെയ്യാം. അപ്പൊ നമ്മൾ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് നാൾ നമുക്കൊരു റിലീഫും കൂടി കിട്ടാണ്. ആ ഒരു ജോലിയിലെ മടുപ്പുകൾ ഒഴിവാക്കാനും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനും അത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ വ്യക്തികളും ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് അവർ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അവരുടെ ഡ്യൂട്ടീസ് എങ്ങനെയാണ്, ഞാൻ ചെയ്യേണ്ട ചുമതലകൾ എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന ഒരു പരിധി വരെ ഈ പറയുന്ന ചലഞ്ചസിനെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിടാനായിട്ടുള്ള തന്ത്രങ്ങളാണ് താഴെ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? സാങ്കേതിക വിദ്യകൾ പുതിയതായിട്ട് കൊണ്ടുവരിക, അധികാരങ്ങൾ പങ്കിട്ട് നൽകുക, അവാർഡുകള് അല്ലെങ്കിൽ പണിഷ്മെന്റുകൾ നൽകുക, കാര്യക്ഷമത എല്ലാ മേഖലയിലും വർദ്ധിപ്പിക്കുക, പേഷ്യൻസിന്റെ സുരക്ഷയും അവർക്ക് കൊടുക്കുന്ന പരിചരണവും മെച്ചപ്പെടുത്തുക, അതുപോലെ മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് കൊണ്ടുവരിക, ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നടത്തുക, നല്ലൊരു ലീഡർഷിപ്പും മോട്ടിവേഷൻസും അവർക്ക് കൊടുക്കുക, അതുപോലെ കരിയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുക, അവർക്ക് പുതിയതായി വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചുമുള്ള പരിശീലനങ്ങളിലൂടെ അവരെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക, റീസ്ട്രക്ചറിങ് പുനഃക്രമീകരണം നടത്തുക. അതാത് ജോലികൾ ചെയ്യുന്നവരിൽ നിന്ന് കുറച്ചൊന്ന് അവർക്കൊന്ന് റിലാക്സ് ആവാനും കുറച്ച് അവരുടെ ആ ഒരു മടുപ്പൊക്കെ ഒഴിവാക്കാനും മറ്റു ജോലികൾ കൂടി ഏൽപ്പിച്ച് അങ്ങനെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പറഞ്ഞത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അവർ ചെയ്യേണ്ട ജോലി അതിനെ കുറിച്ച് വ്യക്തമായും ക്ലിയർ ആയിട്ടും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടാ. ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് മിസ് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മിസ്സിനെ ചോദിച്ചാൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ആണോ? ഇത്തിരി ഇപ്പൊ ഫോർത്ത് മോഡ്യൂളും തേർഡ് മോഡ്യൂളും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. എന്നാൽ പോലും എളുപ്പത്തിൽ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ചോദിക്കാം കേട്ടോ.
അതല്ലാതെ നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ചാപ്റ്ററുകളാണ് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറവാണ്. ചാപ്റ്റേഴ്സ് ഇനി 1-2 ചാപ്റ്റേഴ്സ് വീതമല്ലേ ഓരോ ടീച്ചേഴ്സിനെയും, ചിലർക്ക് ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ, ചിലർക്ക് 1-2 ചാപ്റ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. അതിനനുസരിച്ച് എക്സാം ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുള്ളൂ കേട്ടോ, അതിനനുസരിച്ചേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്തൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 4th മോഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കേട്ടോ. എല്ലാവർക്കും കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലൊക്കെ ഇപ്പൊ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ ഇവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ബേസിക്സ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. CPU, മോണിറ്റർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള പേരുകളല്ലേ? ഇല്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ? നമ്മള് 10th ക്ലാസ്സിലൊക്കെ, നിങ്ങൾ 10th എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും കമ്പ്യൂട്ടറിന്റെ അല്ലെ, നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അപ്പൊ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ ഏതാണ്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്, അതുപോലെ അതില് ഓരോ സോഫ്റ്റ്വെയർസിനെ കുറിച്ചും ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലാതെ അതിന് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളാണ്. ഒരു കമ്പ്യൂട്ടർ എന്താണ്, ആ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടറുമായിട്ട് കുറച്ചെങ്കിലും അറിയാവുന്നവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് ചിലവർ കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോയവരൊക്കെ ഉണ്ടാവും അല്ലെ? പോയിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ചെയ്തവരുണ്ടോ? ഉണ്ട്. ഒട്ടുമിക്കവരും ഇപ്പൊ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ. കാരണം നമ്മുടെ ഈ ഒരു യുഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർവൽക്കരിച്ചു കഴിഞ്ഞു അല്ലെ? നമുക്ക് ബാക്കോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് തന്നെ പോകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങള് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവെങ്കിലും നമുക്ക് വേണം അല്ലെ? നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളോട് മിക്കവരും ഇപ്പൊ ഒരു ഓഫീസിൽ നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ട് പോയാലും, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞൊരു ജോലിക്ക് ചെന്നാലും, ഏതൊരു സ്ഥാപനത്തിലും ഇപ്പൊ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള നോളജ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അല്ലെ? ഇല്ലേ, ചോദിക്കാറില്ലേ? ഏതൊരു സ്ഥാപനത്തിൽ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോയാലും നേരിടേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവരും ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ഡിഗ്രി കഴിയുമ്പോഴോ +2 കഴിയുമ്പോഴോ ഒക്കെ എടുക്കാറുണ്ട്. എന്നാൽ പോലും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇപ്പൊ കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ പോലും നമ്മുടെ ടച്ച് ഫോണുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിവ് കിട്ടുന്നുണ്ട് അല്ലെ? ഒത്തിരി അറിവ് കിട്ടുന്നില്ലേ ടച്ച് ഫോൺസ് യൂസ് ചെയ്യുന്നത് വഴി തന്നെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഇതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലേക്ക് പോവാം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ ആദ്യമായി പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. എന്താണ് ഒരു കമ്പ്യൂട്ടർ? നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയുള്ള ഡേറ്റയാ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്? എങ്ങനെയുള്ള ഡേറ്റസ് ആണ്? ഡിജിറ്റൽ ഡേറ്റാസ് ആണ് അല്ലെ? ഡിജിറ്റൽ ഡേറ്റാസ് ആണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. ഡിജിറ്റൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നു, പ്രോസസിംഗ് നടത്തുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ചോദിക്കാട്ടോ, ഡാഷ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. ഏത് ഉപകരണമാണ്, ഏത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് ഡിജിറ്റൽ ഡേറ്റാസിനെ പ്രോസസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും? ഏത് ഇലക്ട്രോണിക് ഉപകരണമാണ്? കമ്പ്യൂട്ടർ ആണ് അല്ലെ? കമ്പ്യൂട്ടർ ആണ്. They consist of hardware and software components that work together to carry out various tasks. നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ അല്ലെ? ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹാർഡ്വെയർസ് സോഫ്റ്റ്വെയർസ് എന്താന്നുള്ളത്? ഓക്കെ, അപ്പൊ ഈ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും തമ്മിൽ ഒരുമിച്ച് അല്ലെങ്കിൽ എന്താണ് കമ്പോണൻസ് ഒക്കെ കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണന്റ്. അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഹാർഡ്വെയർ കമ്പോണൻസും ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളും ഉണ്ട്. ഇവ രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്
കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. They consist of hardware and software components that work together to carry out various tasks. ഇത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ജോലികള് ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, നമ്മൾ ഓരോന്നും താഴെ പറയുന്നത് കൊണ്ടാണ് കേട്ടോ മിസ് അത് എടുത്ത് പറയാത്തത് കേട്ടോ. ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് ജനറൽ ആയിട്ട് പറയുന്ന ഒരു പാരഗ്രാഫ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും എന്താണ് അപ്പൊ എന്താണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. Then third one, okay, the fundamental components of a computer consist of a central processing unit. കണ്ടിട്ടുണ്ടോ CPU അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയാറുണ്ട് അല്ലെ, CPU എന്ന് പറയും. അപ്പൊ CPUന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് അലൈൻ ചെയ്യുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തതാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. ദെൻ മെമ്മറി ഉണ്ട്. ദെൻ എന്താ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടല്ലോ. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസുകള്, ദെൻ സ്റ്റോറേജ് ഡിവൈസുകൾ. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും ഡേറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുകൾ. ഇത്രയും കമ്പോണൻസ് എന്തിൽ വരുന്നതാണ്? ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ വരുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൽ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ വരുന്നുണ്ട്, സ്റ്റോറേജ് ഡിവൈസുകളും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? Then the CPU is said to be the brain of the computer. അണ്ടർലൈൻ ചെയ്തിട്ട് CPU എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? എന്തായിട്ട് അറിയപ്പെടുന്നത്? said to be the brain of the computer. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ഈ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് CPU ആണ്. CPUന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ് CPUന്റെ എക്സ്പാൻഡഡ് ഫോം? CPUന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? CPUന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. പക്ഷെ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, നമ്മൾ ഫണ്ടമെന്റൽ കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. ഈ CPU എന്നറിയപ്പെടുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണെന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. എന്തൊക്കെ കാര്യങ്ങളാണ് CPU നടത്തുന്നത്? എന്തിന് റെസ്പോൺസിബിൾ ആണ്, എന്തിന് ഉത്തരവാദിത്തമുള്ളതാണ് CPU? ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ പെർഫോമിംഗ് കാൽക്കുലേഷൻസ്, കണക്കുകൂട്ടുകൾ നടത്തുക അല്ലെ, കാൽക്കുലേഷൻസ് നടത്തുക. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നടപ്പിലാക്കുക. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതും പെർഫോമിംഗ് കാൽക്കുലേഷൻസ് കണക്കുകൂട്ടലുകൾ നടത്തുന്നതും ഒക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? കമ്പ്യൂട്ടറിലെ CPU അല്ലെങ്കിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ്. Then memory stores data and instructions and perform calculations. ഇനി എന്താ? മെമ്മറി എന്തിനു വേണ്ടിയുള്ള ഡേറ്റാസ് ആ സ്റ്റോർ ചെയ്യുന്നത്? അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ പെർഫോം കാൽക്കുലേഷൻസ്, കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഡേറ്റാസ് ഉണ്ടാവും അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഒരു കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡേറ്റയാവാം, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാവാം. ഇവയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് മെമ്മറി എന്ന് പറയാം. മെമ്മറി എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് എന്നുള്ളത് തന്നെ നിങ്ങളൊന്ന് മൈൻഡിലോട്ട് കൊണ്ടുവന്നാൽ മതി. മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. അപ്പൊ കാൽക്കുലേഷൻസ് നടത്താനായിട്ട്, അതായത് അവിടെയല്ല കാൽക്കുലേഷൻ നടത്തുന്നത്, CPU നമ്മൾ കാൽക്കുലേഷൻസ് നടത്തണമെങ്കിൽ അവിടെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് മെമ്മറി എന്ന് പറയുന്നത്. And memory stores data and instruction that the CPU requires to access quickly. ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് CPUവിന് എപ്പോഴാണോ അല്ലെങ്കിൽ
പെട്ടെന്ന് നമുക്ക് CPU കാൽക്കുലേഷൻസ് നടത്താൻ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പെട്ടെന്ന് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് മെമ്മറി. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഡേറ്റാസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് മെമ്മറി. ഈ മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാണ്? ആർക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയാ? ആർക്ക് എളുപ്പത്തിൽ ലഭ്യമാകാൻ വേണ്ടിയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് നോക്കി. ആർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി ആയിരിക്കും? ആരാണ് ഇവിടെ കാൽക്കുലേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പെർഫോം ചെയ്യുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്നത്? CPU അല്ലെ? CPU ആണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ CPUവിന് പെട്ടെന്ന് ഈ പറയുന്ന ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് മെമ്മറി. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. Then okay, input or output devices make the user able to interact with the computer such as through a keyboard and mouse. നമുക്കറിയാം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ അറിയില്ലേ? അറിയുമോ? എന്താണ് അതിന്റെ ഒരു വ്യത്യാസം? ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ അല്ലെ, ഇന്ററാക്ഷൻ നടത്താൻ അല്ലെങ്കിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിലേതൊക്കെ വരാം? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും മറ്റുമായിട്ട് ഇന്ററാക്ഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിലേതൊക്കെ വരാം? ഒന്നോ രണ്ടോ? കീബോർഡ്, മൗസ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരാം അല്ലെ. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴോ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാക്കി നൽകുകയാണ് അവിടെ. അതെ, മോണിറ്റർ പറയാം, പിന്നെ പ്രിന്റർ, വെരി ഗുഡ്, സ്കാനർ മുതലായിട്ടുള്ള ഒത്തിരി എക്സാമ്പിളുകൾ പറയാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകൾ ആ ഒരു കമ്പ്യൂട്ടറുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ത്രൂ എ കീബോർഡ് ഓർ മൗസ് അല്ലെ. കീബോർഡോ മൗസ് പോലുള്ളവയാണ് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. Then storage devices store data and programs for long term use. ഇപ്പൊ മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറി ഒത്തിരി സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതേസമയം സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? മുൻപ് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ പെൻ ഡ്രൈവുകൾ പറയാം അല്ലെ, ഹാർഡ് ഡിസ്കുകൾ പറയാം, ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് ഒത്തിരി ലോങ് ടേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡേറ്റാസും പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ലേ? നമ്മളൊരു പെൻ ഡ്രൈവിലാക്കാം. നമുക്ക് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ കൂടി നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളൊരു പെൻ ഡ്രൈവിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി നാൾ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡേറ്റാസ് കിട്ടില്ലേ? ലോങ് ടേം ആയിട്ടുള്ള ഒരു യൂസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് താൽക്കാലികമായി ടെമ്പററി ആയിട്ട് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതേസമയം സ്റ്റോറേജ് ഡിവൈസുകൾ നമുക്ക് ലോങ് ടേം ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Then നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ. കേട്ടിട്ടുണ്ടോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ 10th പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ചു കാണും. ലിനക്സ്, വിൻഡോസ് കേട്ടിട്ടില്ലേ? പേരുകള് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളായിരിക്കും അല്ലെ. ഒത്തിരി പുതിയതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ലിനക്സ്, വിൻഡോസ് ഒക്കെ നിങ്ങൾ കേട്ടു കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ആപ്ലിക്കേഷൻസും ഒക്കെ എന്താണ്? ശരിക്കും സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് അല്ലെ. സോഫ്റ്റ്വെയർസ് ആണ് ദാറ്റ് അലോ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാട്ടോ, ഡിസ്റ്റർബ് പറയാം, ഒന്നുകൂടി ശ്രദ്ധിക്കാട്ടോ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നു, പ്രോസസിങ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. അത് ക്ലിയർ ആണല്ലോ. അവിടെ ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർസും ഉണ്ട്, സോഫ്റ്റ്വെയർസും ഉണ്ട്. ഈ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർ കമ്പോണൻസും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഓരോ ജോലിയും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്
ഓക്കെ ആണോ? Then തേർഡ് പോയിന്റ് പറയുന്നത്, ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് അടിസ്ഥാന കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്? സെൻട്രൽ പ്രോസസിംഗ് CPU വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ വരുന്നുണ്ട്, സ്റ്റോറേജ് ഡിവൈസുകളും വരുന്നുണ്ട്. ദെൻ CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോർ എന്നറിയപ്പെടുന്നു. എന്തിന് റെസ്പോൺസിബിൾ ആണ് CPU എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിൽ വരുന്ന ക്യാരി ഔട്ട് എന്താണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു, പെർഫോമിംഗ് കാൽക്കുലേഷൻസ് കണക്കുകൂട്ടലുകൾ നടത്തുന്നു മുതലായവയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU. ദെൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മെമ്മറി ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഡേറ്റാസും സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് മെമ്മറി ചെയ്യുന്നത്. ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആർക്ക് വേണ്ടിയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? CPU-ന് എളുപ്പത്തിൽ ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഡേറ്റാസ് ഒക്കെ ലഭ്യമാകുന്നതിന് വേണ്ടി, അതാണ് അക്സസ് ക്വിക്ക്ലി എളുപ്പത്തിൽ ലഭ്യമാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ആണ്. അപ്പൊ അതിൽ എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കീബോർഡ്, മൗസ് മുതലായിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഡിവൈസുകളെയാണ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആ യൂസറിന്, ആരാണോ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, ആ യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഇടപെടലുകൾ നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഡിവൈസുകളാണ്. നെക്സ്റ്റ് പറഞ്ഞത് സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലെ. സ്റ്റോറേജ് ഡിവൈസ് എന്തിനു വേണ്ടിയാണ്? ഡേറ്റാസും പ്രോഗ്രാംസും ഒക്കെ നമുക്കൊരു ലോങ് ടേം ആയിട്ട് ദീർഘകാല യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഉപയോഗത്തിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻസും ഒക്കെ സോഫ്റ്റ്വെയറുകളാണ്. ഈ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയാ? കമ്പ്യൂട്ടറിലെ ഓരോ സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ജോലികളും നടത്താൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഇനി ആ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്താണെന്ന്, ഏതൊക്കെയാണുള്ളത്? ഓക്കെ, കാണുന്നില്ലെങ്കിൽ നോട്ട്സിൽ ഒന്ന് നോക്കാണ്ട് നിങ്ങളുടെ നോട്ട്സിൽ ഒന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? മൗസ്, പ്രിന്റർ, ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ, അതൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഇത്രയും ഭാഗം എടുത്ത ഭാഗവും ആ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ഒന്ന് വായിച്ചു നോക്കി കേട്ടാ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസിറ്റ് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗം വായിച്ചു കഴിഞ്ഞോ? ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ഏതൊക്കെയാന്ന് നോക്കിയേ. മൗസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രിന്റർ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ലല്ലോ. മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ. GPU എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് കേട്ടാ. ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഡിജിറ്റൽ ഇമേജുകളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ഹാർഡ് ഡിസ്ക് അറിയാലോ. ഹാർഡ് ഡിസ്ക്, ദെൻ മദർ ബോർഡ്, പ്രോസസർ, അതായത് നമ്മുടെ CPU-നെയാ പറയുന്നത്. CPU അല്ലെങ്കിൽ പ്രോസസർ എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ കേസ്, ദെൻ കീബോർഡ്,
മോണിറ്റർ, ഇതെല്ലാം പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊക്കെയാണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്നവ എന്ന് ചോദിച്ചാൽ ഇതിൽ ഏത് വന്നാലും ഉൾപ്പെടില്ലേ? ഉൾപ്പെടും അല്ലെ? അതേസമയം ഏതെങ്കിലും ഒരെണ്ണം ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് ഇതിൽ കൊടുക്കാത്തത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടാത്തത് ഒരെണ്ണം കൊടുത്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത്രയും ഉള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഒരു രീതിയിലേ ഇതിൽ നിന്ന് ചോദിക്കുള്ളൂ. അല്ലാതെ എന്താണ് ഇതിലുള്ള ഓരോന്നും, എന്താണ് മൗസ് അല്ലെങ്കിൽ എന്താണ് പ്രിന്റർ, അങ്ങനെയൊന്നും ചോദിക്കില്ല. പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഇത് എന്ന് ചോദിക്കാം. ഓക്കെ ആണോ? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ക്ലിയർ ആണോ? Okay. Then next നമ്മള് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഴ്സിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് അതാണ് ഓരോന്നും പറയാൻ പോകുന്നത് കേട്ടോ. 7 എണ്ണം. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഓരോന്നും എടുത്തു പറഞ്ഞിരിക്കുന്നു മാത്രം കേട്ടോ. അപ്പൊ അതിലൊന്നാമത്തതാണ് ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ? Physical component of a computer like the central processing unit, memory, storage device, input or output device and motherboard. ഇവിടെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണൻസ് ആണ്, ഭൗതിക ഘടകങ്ങളാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഭൗതിക ഘടകങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്താണ് നിങ്ങൾക്ക് അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത്? ഒരു ഹാർഡ്വെയറും ഒരു സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തെങ്കിലും വ്യത്യാസങ്ങൾ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റുന്നില്ലേ? ടച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്ന് പറയാം. സോഫ്റ്റ്വെയർ ആകുമ്പോൾ പ്രോഗ്രാംസ് ആണ്, അത് നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്ക് തൊടാനോ നമുക്ക് ടച്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിക്കില്ല. അതേസമയം നമുക്ക് ഹാർഡ്വെയർസ് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റില്ലേ? പറ്റുമോ? പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഫിസിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഭൗതിക ഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ആണെങ്കിൽ ഈ ഭൗതിക ഘടകങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയറുകൾ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരാം? CPU വരാം അല്ലെ, മെമ്മറി വരാം, സ്റ്റോറേജ് ഡിവൈസുകൾ വരാം, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ വരാം, ആൻഡ് മദർ ബോർഡുകളും വരാം. അപ്പൊ ഒരു ചോദ്യം വരാവുന്നത് കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ കമ്പോണൻസിനെ അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിക്കാം. ഏതാണ് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെ അറിയപ്പെടുന്ന പേര്? ഏതാണ്? ഹാർഡ്വെയർ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരാവുന്നത് ഹാർഡ്വെയർസിന് എക്സാമ്പിളുകൾ ഏതൊക്കെ? ഹാർഡ്വെയറിന്റെ എക്സാമ്പിളുകളായി വരുന്നവ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ ചിലപ്പോൾ 3 ഓപ്ഷൻസും ഹാർഡ്വെയറിന്റെ എക്സാമ്പിളുകളായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓൾ ഓഫ് ദ എബോവ് ആണ് അടുത്ത ആൻസർ കൊടുക്കുക അല്ലെ. അതല്ല എങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ കൊടുത്തിരിക്കുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ 2 രീതിയിലുള്ള ക്വസ്റ്റ്യനുമാണ് ഹാർഡ്വെയർ എന്ന ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പറയട്ടെ മിസ്? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കുക കേട്ടോ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. ഇവിടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഇത് പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഇതിൽ വരുന്നത്. പലതരത്തിലുള്ള പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിലെ ഓരോ ജോലികളും നമ്മൾ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിന് ഓരോ ജോലികളും പെർഫോം ചെയ്യാനായിട്ട് കഴിവുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെയുമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റോ? ടച്ച് ചെയ്യാൻ പറ്റോ? നമുക്ക് പെട്ടെന്ന് കാണാനോ അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനോ ഒക്കെ പറ്റുന്ന കാര്യമാണോ? അല്ല അല്ലെ. അതാണ് ദിസ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. ഇതിനെന്തൊക്കെ വരാം? നമ്മൾ പറഞ്ഞ പോലെ വിൻഡോസ്, ലിനക്സ്, മാക് OS, ഇതൊക്കെ ഓരോ സോഫ്റ്റ്വെയർ സിസ്റ്റംസിനെ പറയുന്നതാണ് കേട്ടോ. നമ്മൾ ലിനക്സും വിൻഡോസും ഒക്കെ പഠിച്ചു കാണും അല്ലെ, പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. അപ്പൊ അതൊന്ന് ഓർത്തെടുക്കാലോ, നമുക്ക് മറന്നു പോകില്ല. ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസർ, വെബ് ബ്രൗസർ, ഗെയിമുകള് കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ ടച്ച് ഫോണിൽ വരെയും ഈ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ലഭ്യമല്ലേ? ആണോ?
ഒത്തിരി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മുടെ ടച്ച് ഫോൺസിൽ വരെ ലഭ്യമല്ലേ? വേർഡ് പ്രോസസ്സേഴ്സ്, വെബ് ബ്രൗസറുകള് അല്ലെ? എത്ര വെബ് ബ്രൗസേഴ്സ് ഉണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനും കണ്ടെത്താനുമായിട്ട്. മുമ്പ് ഗൂഗിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇപ്പൊ എത്ര സെർച്ച് ചെയ്യാനായിട്ട് എത്ര, അതെ, പവർ പോയിന്റ് പറയാം, ഒത്തിരി ഇതുണ്ട് കേട്ടാ. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ എക്സാമ്പിളുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ് കേട്ടാ. നോക്കിയേ, ഗെയിംസിന് വേണ്ടിയിട്ട് എത്ര ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ? നമുക്കറിയില്ലായിരിക്കും, വീട്ടിലിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞായിരിക്കും അല്ലെ? എത്ര ഗെയിംസിന് വേണ്ടി ഒത്തിരി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള എല്ലാം സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിൽ വരുന്നത്. ക്ലിയർ ആണോ? എന്താണ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ എക്സാമ്പിൾ എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓ, നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU. CPU-ന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ? CPU കമ്പ്യൂട്ടറിന്റെ എന്താണെന്ന് അറിയപ്പെടുന്നത്? ബ്രെയിൻ ആയിട്ട്. വെരി ഗുഡ്, ബ്രെയിൻ ആയിട്ട് അല്ലെ? തലച്ചോറ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ CPU-ന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? എന്തിന് റെസ്പോൺസിബിൾ ആണെന്നാ പറഞ്ഞത്? CPU എന്തിന് റെസ്പോൺസിബിൾ ആണെന്നാ പറഞ്ഞേ? ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യുക, അല്ലെ? ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുക, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക. വെരി ഗുഡ്. ഇതൊക്കെ തന്നെയാണ് CPU-ന്റെ ഇവിടത്തെയും കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് carries out instructions നടപ്പിലാക്കും അല്ലെ? ആൻഡ് പെർഫോം കാൽക്കുലേഷൻസ്, കണക്കൂട്ടലുകൾ നടത്തുന്നു. ആൻഡ് കൺട്രോൾസ് ഡേറ്റ പ്രോസസിംഗ്, ഡേറ്റ പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു. ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ CPU-ന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു, കണക്കുകൂട്ടലുകൾ നടപ്പിലാക്കുന്നു. ആൻഡ് കൺട്രോൾ ഡേറ്റ പ്രോസസിംഗ്, ഡേറ്റാസ് പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ബ്രെയിൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണോ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെമ്മറി. എന്താണ് മെമ്മറി എന്ന് പറയുന്നത്? ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? മെമ്മറിയുടെ ഒരു പ്രത്യേകതയാണ് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പൊ ടെമ്പററി എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ആലോചിക്കുക? മെമ്മറിയിലേക്ക് പോവുക കേട്ടോ. ടെമ്പററി എന്ന് പറയുന്ന ഒരു വേർഡ് മെമ്മറിയുമായിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തപ്പോ വെച്ചാൽ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. വേർ ദ കമ്പ്യൂട്ടർ സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ കറന്റ്ലി യൂസ്ഡ്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഭാഗമാണ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം. കേട്ടിട്ടുണ്ടോ? റാമും റോമും കേട്ടിട്ടുണ്ടോ? റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഒൺലി മെമ്മറി കേട്ടിട്ടുണ്ടോ? റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. ആൻഡ് ക്യാച്ചെ മെമ്മറി. എന്താണ് ക്യാച്ചെ മെമ്മറി? ഫാസ്റ്റ് മെമ്മറിയാണ് അല്ലെ? അതായത് എന്താണ് പെട്ടെന്ന് ഒരു ആവശ്യം വരും, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാച്ചെ മെമ്മറി ആയിട്ടോ അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി ആയിട്ടോ ഒക്കെയാണ് ഇത് ശരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നമുക്ക് പെട്ടെന്ന് നിലവിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്, അതാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. താൽക്കാലികമാണ്. നമുക്കിപ്പോ ഒരു കറണ്ട് പോയി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ? കമ്പ്യൂട്ടറിലെ പ്രോഗ്രാംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയാൽ എന്താ പറ്റുക? സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റും? എന്തെങ്കിലും പറ്റുമോ? ഡേറ്റ ലോസ് ആവില്ലേ? പോവാറില്ലേ? അതേസമയം നമ്മൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് പോവാണ്, വെച്ചിട്ട് പോവാണെങ്കിലോ, വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ആണെങ്കിലോ അത് പോവോ? ഇല്ല. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രത്യേകത. താൽക്കാലികമായിട്ട് നമ്മൾ എപ്പോ ചെയ്തുകൊണ്ട് നിലവിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും മാത്രമേ താൽക്കാലികമായിട്ട് ഇവിടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ. അതിങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ വന്നാല് അത് അവിടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിലവിലത്തെ മാത്രം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് ടെമ്പററി എന്നുകൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മെമ്മറി എന്താണ്? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് കമ്പ്യൂട്ടറിന്റെ. നിലവിൽ കറന്റ്ലി യൂസ് ചെയ്യുന്ന
ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസുമാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എക്സാമ്പിൾ ആണ് റാൻഡം ആക്സസ് മെമ്മറി, ക്യാche മെമ്മറി പോലെയുള്ളവ. ഓക്കെ ആണോ? മെമ്മറി ഓക്കെ ആണോ? അടുത്തത് പറയട്ടെ, സ്റ്റോറേജ് അറിയാലോ. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകളാണ് അല്ലെ. നമുക്കൊരു സ്റ്റോറേജ് ഡിവൈസ് പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ പറയാം, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ പറയാം. അതൊക്കെ ഓരോ ഡിഫറെന്റ് ടൈപ്പുകളാണ് കേട്ടോ. ഹാർഡ് ഡിസ്ക് പോലെയുള്ള പല ടൈപ്പുകളിലുള്ള പെൻ ഡ്രൈവുകൾ പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ടു സ്റ്റോർ ഡേറ്റാസും പ്രോഗ്രാമുകളും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർ ഓഫ്, കമ്പ്യൂട്ടർ പവർ ഓഫ് ആയാൽ പോലും ഇതവിടെ സ്റ്റോർഡ് ആയിട്ടിരുന്നുള്ളൂ അല്ലെ. ആ കമ്പ്യൂട്ടർ ഓഫ് ആയി പോയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡേറ്റാസ് ഒക്കെ എറേസ് ആയി പോവോ? ഇല്ല അല്ലെ. നഷ്ടമായി പോവോ? ഒരിക്കലും ഇല്ല. അത് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാനും അതിനുള്ളിൽ നമുക്ക് ഈ ഡേറ്റാസ്, പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകളാണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. അതിൽ പല എക്സാമ്പിളുകളുണ്ട്. ഹാർഡ്വെയറുകൾ, പെൻ ഡ്രൈവുകൾ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ എക്സാമ്പിളുകളായിട്ട് പറയാം കേട്ടോ. ഓക്കെ ആണോ? സ്റ്റോറേജ് ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. IO അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് IO എന്നാണ് പറയാറ് കേട്ടോ. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ. എന്താണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ പറയുന്നത്? ദീസ് ആർ ഡിവൈസസ് യൂസ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ലൈക്ക് കീബോർഡ്, മൈക്ക് എന്നാണ് കേട്ടോ അവിടെ, മൈക്ക് എന്നാണ്. മൈക്ക്, മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. എന്താണ് ഈ ഡിവൈസുകൾ? എന്തിനു വേണ്ടിയാണ്? ആ യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. അതിലൊരു ഒത്തിരി എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നല്ലേ. കീബോർഡ് പറയാം, മൈക്ക് പറയാം, മൗസ് പറയാം, പിന്നെ എന്തൊക്കെ പറയാം? മോണിറ്റേഴ്സ് പറയാം, പ്രിന്റേഴ്സ് പറയാം, സ്കാനേഴ്സ് പറയാം. ഒത്തിരി എക്സാമ്പിളുകൾ ഉണ്ട് അല്ലെ. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരുമിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അങ്ങനെ. ഇൻപുട്ട് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഔട്ട്പുട്ട് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിലും എക്സാമ്പിളുകൾ അറിയാൻ പറ്റുമല്ലോ അല്ലെ. ഞാൻ എക്സ്ട്രാ പറയണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ ആണ്. ലാസ്റ്റ് വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Software that control computer resources, control hardware devices, and provide a user interface for interacting with the computer. ആ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലെ ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ടാസ്കുകളും ചെയ്യാനായിട്ട് സഹായിക്കും. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ റിസോഴ്സസ്, കമ്പ്യൂട്ടറിലെ വിഭവങ്ങളെ നിയന്ത്രിക്കുന്നു, കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ, പലതരത്തിലുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ്, MS ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? മൈക്രോസോഫ്റ്റ് വേർഡ് പഠിക്കാനുണ്ട്. ദെൻ എന്താണ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ, കുറച്ച് ഡീറ്റെയിൽസ്. ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പവർ പോയിന്റ് പഠിക്കാറുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള 1-2 എണ്ണം. ദെൻ ഹോസ്പിറ്റലിൽ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി, അത് എക്സൽ, പവർ പോയിന്റ്, വേർഡ് അല്ലെ. ഇതൊക്കെ എക്സലും പഠിക്കാനുണ്ട്, അത് 3 പഠിക്കാനുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് എത്രത്തോളമാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇന്റർനെറ്റ്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്റർനെറ്റ്, വെബ് ബ്രൗസേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ.
ഇത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല, നമ്മൾ കേട്ട് പരിചയമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത് തുടങ്ങി വെച്ചാൽ കുറച്ചുണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാത്ത അടുത്ത ക്ലാസ്സിൽ ഫുൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ ഇതിൽ പറയാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളില് ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫോർമുല നോക്കി വെക്കണം. പ്രിവാലൻസ് എന്താണ്, ഇൻസിഡൻസ് എന്താണ്, അതിന്റെയൊക്കെ റേറ്റ് കാണാനുള്ള ഫോർമുലാസും അത് എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.